പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടിയിലെ പകൽ വീട് ഒരുപാട് പ്രയാസങ്ങളിലൂടെയായിരുന്നു. 3-4 വർഷം ആരും തിരിഞ്ഞു നോക്കാതെ വളരെ കാട് മൂട്ടിയൊക്കെ കടന്നിരുന്നു. നമ്മളിതിൻ്റെയൊക്കെ ആ വിവരങ്ങളൊക്കെ അന്ന് പങ്കുവെച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ആ പകൽ വീട് നല്ല അടിപൊളിയാക്കി മുറ്റൊക്കെ കട്ട പതിച്ച് നല്ല ഒരു ഉഷാറാക്കി റൂമുകളും കാര്യങ്ങളൊക്കെ വെച്ച് ഉഷാറായിട്ടുണ്ട്. എന്തായാലും ഇന്നലെ അവിടെ ഒരു മീറ്റിംഗ് നടന്നു. വയോജനങ്ങളെയൊക്കെ അവിടെ വരുന്ന ആളുകളൊക്കെ വിളിച്ചു വരുത്തി വലിയൊരു ക്ലാസ്സും ഒരു കമ്മിറ്റി രൂപീകരണം, എന്തെല്ലാം ചർച്ചകളും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ചർച്ചയും, അതുപോലെ തന്നെ അവരെ ടൂറ് കൊണ്ടുപോകേണ്ട ഒരു പരിപാടിയുമായിട്ട് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് എൻ്റെ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ചടങ്ങ് നിങ്ങളുമായി പങ്കുവെക്കണം. എന്തായാലും നമ്മുടെ പഴയകാല ചരിത്രങ്ങളൊക്കെ ഉറങ്ങുന്ന നമ്മുടെ കരുവാരകുണ്ടിൽ പഴയകാല ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വയോജനങ്ങൾക്കുള്ള ഈ ഒരു പകൽ വീട് എന്നുള്ള ഒരു സംവിധാനം വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ തമാശ പറച്ചിലൊക്കെ ആയിട്ട് വരിക. നിസ്കരിക്കാൻ പോകുന്നവർക്ക് നിസ്കരിക്കാൻ പോവാം, അമ്പലത്തിൽ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അമ്പലത്തിൽ പോവാം, അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് ഇരിക്കുക, അതൊക്കെ കൂടിയിരിക്കുക ഒക്കെ ചെയ്യുക. കൊല്ലത്തൊരു കുടുംബമായിട്ടൊരു ഇപ്പം നമ്മൾ വേറെ പദ്ധതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തീരുമാനമല്ല, നമ്മൾ 100-400 ആളുകളെ വയോജനങ്ങളെ ഒരു ടൂർ കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, ആ മാനദണ്ഡം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. BPL അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ വാർഡിൽ നിന്ന് 4-5 ആളുകൾ 10 ആൾ വെച്ച് ഒരു 400 ആളുകൾക്ക് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള തടസ്സങ്ങൾ എന്താ വെച്ചാൽ, ഏതെങ്കിലും 400 ബസ്സിന് എത്ര ബസ് പോകണം, ആ ബസ്സിന്റെ സീറ്റ് എത്ര, അതെങ്ങനെ കൊടുക്കുക, ആ ടെൻഡർ കൊടുക്കണം, എന്നിട്ട് 2-3 ബസ്സിന്റെ കമ്പനിക്കാർ അത് ബുദ്ധി വേണം, അതിന് ഭക്ഷണത്തിന്റെ പാക്കേജ് വെക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. അതെന്താ, ഒന്നിച്ചുള്ള ഒരു ഉല്ലാസയാത്ര. നമ്മുടെ വീട്ടില് കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ കളിച്ച് വീട്ടിലിരിക്കുന്നതിന് പകരം നമ്മുടെ സുഹൃത്തുക്കൾ തമ്മിലൊരു കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗഹൃദത്തിന്റെ ആഴം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ നമ്മൾ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടുന്ന് കൊണ്ട് വരുന്നത്, നമുക്ക് നമ്മുടെ കിടക്കനുസരിച്ച് നമുക്ക് ഉറക്കാനും പറയാൻ പറ്റിയ ആളുകളോടൊപ്പം സംസാരിച്ച് പറഞ്ഞിരുന്ന് സമയം കഴിക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ആനന്ദം. അത് ഉണ്ടാക്കുന്ന ഒരു മനസ്സിന്റെ ഒരു റിലാക്സ് ഉണ്ടല്ലോ, ആ റിലാക്സിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പരിപാടികളാണോ അതൊക്കെ നമുക്ക് ആലോചിക്കണം. ഇവിടെ നിങ്ങളിപ്പോൾ ഇത് പറയുന്നത് വയോജനങ്ങൾ എന്ന് പറയുന്ന പെണ്ണും വ്യത്യാസമൊന്നുമില്ല. പ്രായം ചെന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എല്ലാവരും കൂടിയൊക്കെ ഇരിക്കുമ്പോൾ ആ കഥ പറച്ചിലൊക്കെ ആകുമ്പോൾ നമുക്ക് നാളെ ഇവിടെ ഒരു ഭക്ഷണം ഉണ്ടാക്കുക എന്നാണ് തീരുമാനിച്ചാൽ, നിങ്ങളൊക്കെ പട കുടിക്കാൻ നമുക്ക് നാളത്തെ ഭക്ഷണം ഉണ്ടാക്കുക എന്നാണ്ട് ചെറിയ സംഖ്യയൊക്കെ എടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കലും അന്ന് ഇവിടെ ഇത് ഉണ്ടാക്കാൻ തോന്നുന്നതാണ്. ഇപ്പോൾ പല ആളുകൾക്കും ഇപ്പം എൻ്റെ വാപ്പാക്കൊക്കെ ഉള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. മഴ പെയ്ത അപ്പം ചക്കരച്ചോറ് വെക്കുക, പപ്പടം മൂട്ടി ചക്കരച്ചോറ് ചെയ്ത് തിന്നുന്ന ആളുകളെ, അതും ഒരു ഹോബിയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പോകുന്നതാണ്. ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ, ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ള കാലമാണ്. അപ്പൊ അതൊന്നും നോക്കിയിട്ട് അല്ല, നമ്മളങ്ങനെ ഒരു പരിപാടിയൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഇവിടെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും കൂടിയിട്ട് പെണ്ണുങ്ങളൊക്കെ കുറച്ച് ആളുകൾ വരിക. നമുക്ക് ചക്കര ഇപ്പം വിവിധക്കും ഒക്കെ അറിയണ കാര്യം, എല്ലാവർക്കും അറിയണ കാര്യം. ഈ നാളെ നമ്മൾ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ അവിടെ പോകുന്നു, ഇങ്ങനെ രൂപത്തിലെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബാക്കിയുള്ള ശിഷ്ടകാലം ആനന്ദകരമാക്കുക. ഒരു സുപ്രഭാതത്തിൽ ഇപ്പോ ജീവിതം എന്ന് 2018 അതിനുശേഷം 2019 ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം നമ്മളിത് ആ പ്രളയമൊക്കെ വന്നപ്പോൾ ലേസൊരു മന്ദഗതിയിൽ ഈ ഭരണസമിതി വന്ന് 2020 മുതൽ 22 കാലഘട്ടം വരെ അങ്ങോട്ടാണ് ഇവിടുത്തെ ഇതിന് പല പ്രശ്നങ്ങളും ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് മുറ്റം കട്ട വിരിക്കൽ, ഗേറ്റ് വെക്കൽ, അതുപോലെ തന്നെ നവീകരണ പ്രവർത്തിയൊക്കെ നടന്നിപ്പോൾ ഒരു 5-6 മാസം, ഒരു കൊല്ലത്തിൻ്റെ അകത്താണ് ഇപ്പോൾ ഒന്ന് നല്ല റെഡിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഇത് പറഞ്ഞ് നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, അതായത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ അടുത്തുള്ള ആളുകളൊക്കെ ഇതൊരു ആശാകേന്ദ്രമായി കണക്കൂട്ടുകയാണെങ്കിൽ, ഉടമ്പർ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് വന്ന് ഇപ്പോൾ ചിലപ്പോൾ രാവിലെ വരാൻ എല്ലാവർക്കും പറ്റിക്കൊടുന്നില്ല, 4 മണിക്ക് ശേഷമൊക്കെ വന്ന് ഒരു 7 മണി വരെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പഴയ കഥകൾ ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ ബുദ്ധിമുങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏജിലേക്കൊന്നും വലിയൊരു തോണ്ടൽ ഇതുമ്പോൾ ഉണ്ടാവില്ല. എന്തായാലും പല ആളുകൾക്കും തമ്മിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയുന്ന കൂടിയിരിക്കുന്ന മേഖലകൾ ഇപ്പോൾ കുറവാണ്. കാരണം മുമ്പത്തെ ആ ഒരു രീതിക്കനുസരിച്ച് കൂടിയിരുന്നാണ് സംസാരം. കുട്ടികളാണെങ്കിൽ ഇതിൻ്റെ മുന്നാളിപ്പോൾ കഴിഞ്ഞ ദിവസം പെരുന്നാൾക്ക് ഒരു വീടിൻ്റെ ഒരു ഒരാൾ നാച്ചുറായിട്ട് കരുതുകയാണ്. വീട്ടിൽ എല്ലാവരും വിരുന്ന് വന്നിട്ടുണ്ട്. ഒരു 10-20 കുട്ടികളുണ്ട്. അപ്പോൾ ഓരോ മൂലയിലും 2-3 കുട്ടികൾ ഇങ്ങനെ കൂടിയിരുന്നിട്ട് മൊബൈൽ കളിച്ചിരിക്കുകയാണ്. സംസാരം ഇപ്പം ഇല്ല. അപ്പോൾ അത് ആയിട്ടില്ല. പക്ഷെ നമ്മൾ പഴയ ആളുകൾ ഇപ്പോൾ ഈ പറഞ്ഞവരുടെ പഴയ ചരിത്രമൊക്കെ പറയാകുമ്പോൾ എന്തായാലും അവർക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും.
ഇപ്പോൾ പുതിയ തലമുറ നമ്മൾ പഴയ ചരിത്രം പറയാം അതൊക്കെ അന്ന് കഴിഞ്ഞു പോയില്ല. അന്നത്തെ പ്രാരാബ്ദവും അന്നത്തെ പ്രയാസമൊക്കെ എന്തിനാ ഇപ്പം പറയണമെന്ന് അറിയാം ഓരോ. പക്ഷെ നമുക്കിതൊക്കെ അനുഭവിച്ച ആൾക്കാർക്ക് പഴയ ചരിത്രം അറിയാം, ഇപ്പോഴത്തെ പുതിയ ചരിത്രം അറിയാം. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനത്തെ വേദികളിലൊക്കെ കൂടിയിരുന്ന് പിന്നെ ഞാൻ കണ്ണൂർ ജില്ലയിൽ ഇതേമാതിരി ഒരു സ്ഥാപനത്തിൽ പോയി. ഇപ്പോൾ പറഞ്ഞതില്ല 6 ലക്ഷത്തി റുപ്യ നമ്മൾ പിന്നെ ടൂറുമായി ബന്ധപ്പെട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി തന്നെ ഇവിടെ ഈ പറഞ്ഞ ആളുകളൊക്കെ കൂട്ടി വേറെ ആളുകൾ ഇതിലേക്ക് പറ്റുന്ന ഇവിടെ നിന്ന് വരാത്ത ആളുകളെ കൂട്ടിയിട്ട് 3, 4, 5, 6 ബസ്സൊക്കെ പോകുന്ന പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ അതേമാതിരി ഒരു യാത്ര എന്തായാലും നമുക്ക് നടത്താം. അപ്പോൾ ആ യാത്രയോട് കൂടി ഒന്നുകൂടി നമുക്ക് സെറ്റപ്പ് ആവും. അപ്പോൾ ഈ പലരും പല രീതി അപ്പോൾ നമുക്ക് കൂടുതലും യാത്രയിലൊക്കെ കൂടെ ചർച്ചകളും പാട്ടും മറ്റേ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒന്നും കൂടി ഒരു അടുപ്പം തമ്മിലുണ്ടാവും. അതുകൂടി നമുക്ക് ഈ പ്രാവശ്യം നടത്തണം. അതേപോലെ തന്നെ ഈ വർഷം നമുക്ക് പിന്നെ കട്ടില വിതരണം ഒന്ന് നമ്മുടെ ഈ മേഖലയിൽ അതിപ്പോൾ നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞു. ഈ വർഷം പുതിയ വർഷം ഈ സാമ്പത്തിക വർഷം നമ്മൾ കട്ടിൽ വിതരണത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വായനാ മൂലം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പിന്നെ ബസ് സ്റ്റാൻഡിനോടനുബന്ധിച്ച് ഒരു വായനാ മൂലം ഉണ്ടാക്കുക. അങ്ങനെ വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അവിടെ പിന്നെ വായിക്കാനും ഇരിക്കാനും പറ്റുന്ന സംവിധാനം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് പ്രായ ആളുകൾക്ക് ഒന്നുകൂടി സൂട്ടബിളായിട്ട് വരുന്നതാണ് കൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ